ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന്. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി പിക്ക് ചെയ്ത് ഞാൻ ചോദിക്കുന്നു. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഒരു ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം എന്തായാലും ഉണ്ട്. ചാരിയറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 14, 5, 10, 1, 16, 8, 7, 13, 4. ഓക്കെ, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ സ്റ്റക്കാണ്, ഒന്നിനും യാതൊരു നീക്കുപോക്കും വരുന്നില്ല. ചില വ്യക്തികൾ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നവരുണ്ട്, ചില വ്യക്തികൾ പേഴ്സണുമായിട്ട് ഒന്നായി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിലൊരു സ്റ്റക്കായിട്ട് നിന്നിരുന്ന ഏതോ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കിനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ ചില കർമ്മ പദത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ചാടിക്കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രതികൂല സാഹചര്യം ഇവിടെ ഈ വഴി മുഴുവനും വാളുകൾ വെച്ചിരിക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഓവർ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വയ്യാതിരിക്കുന്ന ആ സിറ്റുവേഷനെ നിങ്ങൾ ചാടിക്കടക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറുപടി യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിൽ ഒരുപാട് അട്രാക്ഷൻ ആയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയിലേക്ക് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്ന രീതിയിൽ ഈ ഒരു മാസം മുന്നോട്ട് പോകുന്നതായി കാണുന്നുണ്ട്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ സമയചക്രം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില ക്ലാരിറ്റികൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഈ റിലേഷൻഷിപ്പിൽ തുടരണമോ അതോ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമോ എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സ് അത് നിങ്ങളുടെ ഉള്ളിൽ തരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മാസം ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ തുടരണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നല്ല മാറ്റം ഉണ്ടാകും. ഓക്കെ, 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി കാത്തിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ റിവീൽ ആകാൻ പോകുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിന്നിൽ എന്താണ്? ഓക്കെ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണോ അതോ സത്യത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് നിഗൂഢമായിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് റിവീൽ ആകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരു സഡൻ ആക്ഷനാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ, നിങ്ങൾക്കുണ്ടായിരുന്ന ചില ഒബ്സ്റ്റക്കിളൊക്കെ മാറിയിട്ട് നിങ്ങളെ ഒരുപാട് തലവേദന ആയിരുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ആ ഒരു ഭാരം നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ഗ്രോത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയും നാൾ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു എനർജി 10 ആണ് വന്നിരിക്കുന്നത്. ഈ മാസം 10ാം മാസമാണ്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില ഭാരങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ജീവിതത്തിൽ ഗ്രോത്തിനുള്ള ടൈം ആയിരിക്കുന്നതായിട്ട് കാണുന്നത് ടവറിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അല്ല ചില വ്യക്തികൾക്കെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളെ അവർ കാണുന്നത് ഒരു സ്റ്റാറിനെ പോലെയാണ്. നിങ്ങളിലേക്ക് അവർ അട്രാക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവർ ദിവസവും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് ഭയം തോന്നുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഇനി ആരെങ്കിലും വന്നോ, അവർ തെറ്റ് ചെയ്തു, ഓൾറെഡി അവർ തെറ്റ് ചെയ്തു, അവർക്ക്
ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര വേണമെങ്കിലും അവർക്ക് തെറ്റുകൾ ചെയ്യാം. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ കാത്ത് അവർക്ക് വേണ്ടിയിട്ട് ധ്യാനിച്ച് എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നത് വരെയും നിങ്ങളുടെ വെയിറ്റിംഗിലായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങളൊരു സ്റ്റാറായി മാറാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു. മറ്റുള്ളവരെല്ലാം നിങ്ങളെ ആരാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണുവാനും നിങ്ങളെ കേൾക്കുവാനും ഒക്കെ മറ്റ് ചില വ്യക്തികൾ കടന്നു വരുന്നു. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കുന്നത് കണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഡിപ്രഷൻ, ആൻസൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഓക്കെ, നിങ്ങളിനി ഈ ഒരു റിലേഷൻ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളിനി വേറെ എവിടെയെങ്കിലും പോയോ? ഇത്രയും നാൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, അത് അവർക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം ഒറ്റയ്ക്കാണല്ലോ, എപ്പോഴായാലും അവർക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴവർക്ക് ടെൻഷനാണ്. ഈ റിലേഷൻ പൂർണ്ണമായും തകർത്തോ, നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കപ്പ് കൊണ്ടുവന്നോ എന്നുള്ള ഒരു ചിന്തയിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒരു സ്റ്റാർ ആക്കുന്നത് വഴി നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ഇതുപോലെ ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യായിരുന്നു. ഈ റിലേഷനിൽ തുടരണമോ? എന്താണ് എനിക്ക് വേണ്ടത്? എൻ്റെ ചിന്തകൾ ശരിയാണോ? ഈ ചിന്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സൊല്യൂഷൻ വരുന്നു. ഓക്കെ, നിങ്ങൾ തന്നെ അതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ദ മൂണിൻ്റെ എനർജിയാണ്. ഒരുപാട് ആൻസൈറ്റി, ഡിപ്രഷനിലൂടെ കടന്നു പോയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം റിലീസാകുകയാണ്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് ഓഫറുമായി വരുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ സ്ഥാനം ലഭിക്കുന്നു എന്നുള്ള എനർജി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, നിങ്ങൾക്കിതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യാം. പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിലൊരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് ദ വേൾഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകം തന്നെയാണ്. ഓക്കെ, നിങ്ങളെ പിരിഞ്ഞവർക്ക് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് അവർ ചുറ്റി നിൽക്കുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. അവർക്ക് അറിയാം. ഓക്കെ, എത്രയൊക്കെ ആണെങ്കിലും എത്ര ദൂരെ ആണെങ്കിലും നിങ്ങളുടെ സ്നേഹം ഓരോ നിമിഷവും അത് ആ ഒരു ഡിസ്റ്റൻസ് കൂടിയാലും ശരി തന്നെ ആ ഒരു സ്നേഹത്തിന് ഒരു വിള്ളലും വരാൻ പോകുന്നില്ല. അത്രത്തോളം സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കിടയിലുള്ള ദൂരത്തേക്കാൾ ശക്തമാണ് നിങ്ങളുടെ സ്നേഹം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത്? 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു സോറി, നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരും ഇപ്പോൾ അതേ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അവർ റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ല. അവർ മാനസികമായിട്ട് അവർ തകർന്നിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ഒന്നാകുന്നതിന് വേണ്ടി വീണ്ടും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ നൽകുന്നത്? 7 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സൺ കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം തേർഡ് പേഴ്സണും കൂടി ഉള്ളത് കൊണ്ട് ഏതിലാണ് നല്ല ഫലം കായ്ക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ വെയിറ്റിങ്ങിലാണ്. ഇപ്പം നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് അവർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് അവരുടെ ലൈഫിൽ എല്ലാ രീതിയിലും സക്സസ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ മാറും. ഓക്കെ, ഇല്ല നിങ്ങളിലേക്ക് തന്നെ ഇപ്പം ലൈഫിൽ ഇപ്പോൾ തേർഡ് പാർട്ടി നിലവിലുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും അവർ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും നിങ്ങളോടും ആത്മാർത്ഥതയല്ല, തേർഡ് പാർട്ടിയോടും ആത്മാർത്ഥതയല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങളോടുമാകാം, അവരുടെ ചിന്ത നിങ്ങളോടുമാകാം. നിങ്ങളവരെ ചതിക്കുന്നുണ്ടോ, ഒരു ഓപ്ഷനായിട്ട് വെക്കുന്നുണ്ടോ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള എനർജിയും ഇവിടെ ആകാം. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജാണ്. നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ വ്യൂസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്താണ്? ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. എന്ത് ഗൈഡൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് ഗൈഡൻസ് നോക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുക. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ, നിങ്ങൾ വേദനിക്കുന്നതായിട്ടുള്ള, നിങ്ങളെ മാനസികമായി തകർക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ തിരിച്ച് നിങ്ങളിൽ തന്നെ എത്തുന്നതായിരിക്കും. നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സോളിൻ്റെ ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ മാറുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ആക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഒന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരുപാട് ഓവർ തിങ്കിങ്ങിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ആക്കുക. നല്ല ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാനോ അല്ലെങ്കിൽ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ ടാരോ കാർഡ് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.